നമുക്ക് കുക്കറിൽ ഒരു ഈസി നാരങ്ങ ഡേറ്റ്സ് അച്ചാറുണ്ടാക്കിയാലോ. അതിനായിട്ട് നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്ത് ഞാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പേസ്റ്റ് പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ അച്ചാർ പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവയുടെ പൊടി അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ആയിട്ട് ആഡ് ചെയ്യാം. നമുക്കൊരു കുക്കറിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ, ഞാനിവിടെ റാപ്സീഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കടുകിട്ട് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടി വരുമ്പം കുറച്ച് ഉലുവയും കൂടെ ഇട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയുടെ ആ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറി വരുമ്പം നമുക്ക് കുറച്ച് അച്ചാർ പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കായത്തിൻ്റെ പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എണ്ണ തെളിയണ വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. സൂക്ഷിക്കുക, വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഈ മിക്സ് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നാരങ്ങ, ഞാനിവിടെ അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നാരങ്ങയും കൂടെ ഇട്ട ശേഷം നമുക്ക് ഡേറ്റ്സിൻ്റെ മിക്സ് ആഡ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഉപ്പിൻ്റെ പരുവം നോക്കിയിട്ട് ഉപ്പ് വീണ്ടും ഇട്ടിട്ടുണ്ട്. ഉപ്പ് എനിക്ക് ഇത്തിരി കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ ഉപ്പ് ഇത്തിരി കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇച്ചിരി വിനാഗിരി അല്ലെങ്കിൽ ചൊറുക്ക നമുക്ക് ഈ നാരങ്ങയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഞാനൊരിത്തിരി ഒരച്ച് ശർക്കരയുടെ പകുതി അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചെറു ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് 2 വിസിൽ, അല്ലെങ്കിൽ തീ ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 3 വിസിൽ, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 2 വിസിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. നമുക്കൊത്തിരി സാധനങ്ങളുടെ ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിത് ബിരിയാണിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഈവൻ ചപ്പാത്തിയുടെ കൂടെ വരെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഈ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് അധികം സമയങ്ങളും ഒന്നുമില്ലാത്ത ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മളിങ്ങനെയുള്ള പൊടിക്കൈകൾ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം. നമുക്ക് നല്ല ടേസ്റ്റായിട്ട് അച്ചാർ വളരെ ഹെൽത്തി ആയിട്ടൊക്കെ കൂട്ടുകയും ചെയ്യാം. ഇതൊത്തിരി ഹെൽത്തിയാണെന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ ഒത്തിരി ഓയിലോ അതുപോലെ തന്നെ ഒത്തിരി വേറെ പൊടികളോ ഉപ്പോ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ വളരെ കുറച്ചായിട്ടുള്ള സ്പൈസി, അതായത് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ എനിക്ക് കുഞ്ഞുമക്കളുള്ളത് കൊണ്ട് അവർക്കും ഒന്ന് തൊട്ട് കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഞാൻ ഒത്തിരി മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം മിതമായ രീതിയിലെല്ലാ പൊടികളും യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റി ആയിട്ട് ഡേറ്റ്സ് ഈന്തപ്പഴ അച്ചാർ വീട്ടിൽ തന്നെ ഇന്ന് റെഡിയാക്കാം. അതും കുക്കറിൽ വളരെ എളുപ്പത്തിൽ.